ആ അംബികയും മോനെ ഒന്ന് കണ്ടേച്ചു വരാം. വരൂ. കുഞ്ഞ് എന്തിനാ ഇങ്ങോട്ട് കൊണ്ടുവന്ന്? ഞങ്ങൾ അങ്ങോട്ട് വരുമായിരുന്നല്ലോ. അമ്മാവനും അമ്മായും ഇവിടെ ഇരുന്ന് കണ്ടോളൂ. കുഞ്ഞിനെ അങ്ങോട്ട് കൊടുക്കണ. വാമേ, നമുക്ക് അമ്പി ഒന്ന് കണ്ടിട്ട് വരാം. അമ്പി ഇവിടെ ഇല്ല. ഇല്ലേ? എവിടെ പോയി? കുളിക്കാൻ പോയി. ഓ, മോന് നിന്റെ അതേ ചായ. അതേ ചായ. ചായ തരാം. ചേർത്ത് ചായ കൊടുക്കൂ. എനിക്ക് അപ്പോഴേ അറിയായിരുന്നു അമ്പിയക്ക് പെൺകുഞ്ഞായിരിക്കുമെന്ന്. ആദ്യത്തേത് പെൺകുഞ്ഞാവുന്നതാണ് നല്ലത്. ഓമനിച്ചു വളർത്താനും ഉടുത്തൊരുക്കി കൊണ്ടു നടക്കാനും ഒക്കെ നല്ലത് പെൺകുഞ്ഞുങ്ങളാ, അല്ലേടി? എന്തിനാ ഓടിയത്? ഒന്നുമില്ല, നിങ്ങളെ കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് ഓടിയതാ. ഞാൻ ആകെ പേടിച്ചു പോയി. ദേ, ഇനി നിന്റെ മോളെ കാണാതെ ഒരു നിമിഷം ജീവിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഇവള് കിടന്ന് തൊടല് പൊട്ടിച്ചപ്പോ വിളിച്ചോണ്ട് വന്ന. വാ, നമുക്ക് ഇതിലേ പോവാം. എന്തിനാ പിൻവശത്തോടെ പോണത്? അല്ല, അമ്മ നിങ്ങളെ കണ്ടില്ലല്ലോ കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു. അമ്മയ്ക്ക് ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. വാ, അടുക്കളയിൽ കൂടെ കയറാം. അമ്മേ വാ, അച്ഛാ വാ. ഇങ്ങോട്ട് വാ. അംബികേ, ആരാ ഇത്? ഞാനാ. കതവ് തുറന്നോ. വന്നോളൂ, അകത്തേക്ക് വന്നോളൂ. കണ്ടോളൂ, തീരെ കണ്ടോളൂ. എന്തിനാ വാത കിടക്കണേ? അച്ഛനും അമ്മയും മോളോടും മോളുടെ മോളോടും സമാധാനമായിട്ട് സംസാരിച്ചോളൂ. പുറമേ നിന്നാരും ശല്യപ്പെടുത്താതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കഥകടപ്പ്. എന്താടാ, കൊച്ചിനൊന്നു വേണം. അവര് വന്നിരിക്കുന്ന ഒടുക്കത്തൊരു ക്യാമറയും കൊണ്ടാ കൊച്ചിന്റെ ഫോട്ടോ എടുക്കണം. ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റില്ല, നീ ചെന്ന് പറടാ. എന്നാ ഇനി അത് മതി, എല്ലാം കൂടി പണയി പോൻ. പോയി എടുത്തോണ്ട് വാടാ. എനിക്ക് വട്ട് പിടിക്കും. കുഞ്ഞിന്റെ കാര്യം ചക്രവാടാ. എന്താ ചെങ്ങനെ? ഞാൻ വന്നപ്പോ മുതൽ ശ്രദ്ധിക്കുക, ബാലുവിന് എന്തോ കുഴപ്പമുള്ളതുപോലെ. അതങ്ങനാടി, നിനക്കറിയില്ലേ? പുറത്തുനിന്ന് നോക്കിയാൽ ഈ വീട്ടിലുള്ളവർക്കെല്ലാം വട്ടാണെന്നേ തോന്നൂ. നിന്റെ ഭർത്താവ് ശ്രീധരൻ ഉൾപ്പെടെ. പ്രശ്നം ഗുരുതരമാണ്. ബന്ധുക്കൾ ഓരോരുത്തരും ഓരോ സ്ഥലത്താക്കിയിരിക്കുക. തമ്മിൽ തമ്മിൽ കണ്ട ആകെ കുഴപ്പവും. ആവശ്യം വന്നാൽ ഇനിയും വിളിക്കും. ഫോട്ടോ ഒക്കെ എടുപ്പിച്ചിട്ട് നീ കുഞ്ഞ് വേഗം റെഡിയായിരുന്നു. പെട്ടെന്ന് ചെല്ല്. എന്താടാ ഇതൊക്കെ? ഇത് കൊറേ നേരമായല്ലോ. അമ്മേ, അത് എന്താ ഇതിന് മാത്രം ചിരിക്കാൻ? നിന്റെ അച്ഛനും കൂടെ കിടന്ന് മറിയുന്നുണ്ടല്ലോ. ഓ, അതാണോ? അത് സാരമില്ല അമ്മേ, അവര് ചിരിച്ചോട്ടെ. എന്നാലും കുറച്ച് ഓവറാണല്ലേ. ഞാനങ്ങോട്ട് ചെന്നാ എന്റെ വാലിരിക്കുന്ന മുഴുവനും കേക്കും. അയ്യോ വേണ്ടമ്മേ, അമ്മ ഒന്നും പറയാൻ നിൽക്കണ്ട. അവര് പോയിട്ട് അമ്മ മുറിയിന്ന് പുറത്തിറങ്ങിയാ മതി. അതുവരെ അകത്തിരുന്ന് റെസ്റ്റ് എടുത്തോ. അയ്യോ, വന്നല്ലോ. ഞങ്ങൾ ഇപ്പൊ നിങ്ങളുടെ കാര്യം പറഞ്ഞ് ചിരിച്ചേ ഉള്ളൂ. ഇരിക്കേ. വേണ്ട, ഇരിക്കുന്നില്ല. എന്നെ പോലെ അന്തസ്സുള്ളവർക്ക് ഇരിക്കാൻ പറ്റിയ സ്ഥലമല്ലത്. പിന്നെ നമ്മൾ തമ്മിലുള്ള വാശിയും വൈരാഗ്യവും ഇപ്പൊ പറഞ്ഞ കുഞ്ഞിനോട് കാണിക്കണ്ടെന്ന് തോന്നി അതിന്റെ മുഖം ഒന്ന് കാണാൻ വന്നതാ. കണ്ടേ ചോടനെ പോവും. അങ്ങോട്ടിരിക്കെ ഒരു 5 മിനിറ്റ് കുഞ്ഞിനെ ഇങ്ങോട്ട് കൊണ്ടുവരാം. വേണ്ട, കുഞ്ഞിനെയും തള്ളിയും അവര് കിടക്കുന്നിടത്ത് പോയി കാണില്ല. ഞങ്ങളുടെ നാട്ടിൽ പതിവ്. നിങ്ങളിവിടെ ഉണ്ടായിരുന്നോ? മനസ്സിലായില്ല അല്ലേ? ഞാൻ ദിവാകരൻ, ഇതെന്റെ മകൾ ഉഷ, ബാലുവിന്റെ ജ്യേഷ്ഠൻ ഏഭ്യൻ ദിനേശന്റെ ഭാര്യ, ഇതവരുടെ കുട്ടികൾ. ഇനി 2 കൂടിയുണ്ട്. അത് നിങ്ങൾ വീട്ടിലാ. അതുകൊണ്ട് ഉടനെ പോണം. മോൻ നല്ല ചന്തക്കാരനാണല്ലോ. മോനല്ല, മോളാ. മോളോ? മോൻ എന്നല്ലേ ദിനേശൻ പറഞ്ഞത്? അതെ, ഉണ്ണികൃഷ്ണൻ എന്നാ പേരിട്ടിരിക്കുന്നെന്നും പറഞ്ഞു.
അതെ മോൻ ഉണ്ണികൃഷ്ണൻ എല്ലാം ദിനേശേട്ടൻ പറഞ്ഞല്ലേ. ഇവിടെ ആൺകുട്ടികളില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ചില വിളികളും ചെല്ലപ്പേരുകളൊക്കെ പതിവാ. പുറത്ത് പറയുമ്പോ മോനെന്നേ പറയൂ. അയ്യോ, കുട്ടൻ പണി പറ്റിച്ചല്ലോ. മൂത്രമൊഴിച്ചു. മൂച്ചൊഴിച്ച് തുണി മാറ്റാട്ടോ. അയ്യോ വേണ്ട, അത് അഴിക്കണ്ട. ഇത് മാറ്റണ്ടേ? ഏയ് അവനതൊന്നും ഇഷ്ടപ്പെടില്ല. ഇല്ലട ചക്കരെ. എന്താ ബാലു ഇത്? നനഞ്ഞ തുണി മാറ്റണ്ടേ? വേണ്ട, ഞാൻ മാറ്റിക്കോളാം. എന്തിനാ ഈ പെണ്ണുങ്ങളുടെ പണിയൊക്കെ നീ ചെയ്യണത്? അങ്ങോട്ട് കൊടുക്ക്, അവര് മാറ്റിക്കൊള്ളും. വെറുതെ തർക്കിക്കരുത്. മറ്റാരും ഇത് ചെയ്യാൻ ഞാൻ സമ്മതിക്കില്ല. ആഹാ, നിങ്ങളെപ്പോ എത്തി? കുറച്ചു നേരായി. മാളവിയെ കണ്ടില്ലല്ലോ. ഞാൻ മുറിയിന്ന് പുറത്തിറങ്ങാതിരിക്കായിരുന്നു. വല്ലാത്ത തലവേദന. പുറത്തിറങ്ങിയ തലവേദന മറ്റുള്ളവർക്കാ. അച്ഛനൊന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? ഇവൻ എന്തായി കാണിക്കുന്നേ? ഒന്നുമില്ലമ്മേ, അമ്മ പൊയ്ക്കോളൂ. ഈ ബാലുവിന്റെ ഓരോ കാര്യങ്ങളെ കുഞ്ഞു മൂത്രം ഒഴിച്ചിട്ട് തുണി മാറ്റാൻ പോലും സമ്മതിക്കുന്നില്ല. ഇങ്ങനൊരു സ്നേഹമുണ്ടോ? ഇങ്ങോട്ടാ, ഞാൻ മാറ്റാം. വേണ്ടമ്മേ. എടാ ഇങ്ങോട്ട് കൊണ്ടുവരാൻ. ഒന്ന് ചുമ്മാരിയമ്മേ. എടാ ഇങ്ങോട്ടാടാ, ഞാൻ തുണി മാറ്റാടാ. ഞാൻ മാറ്റിക്കോളാമ്മേ. ഈ ചെക്കൻ എന്താ വട്ട് പിടിച്ചോ? പട്ടി പിടിക്കും. എടാ കുഞ്ഞിനെ കൊണ്ട് ഓടല്ലേ? എന്താടാ? ഒന്നുമില്ല പപ്പ. എന്താടാ ബാലു? പപ്പ. എടാ പപ്പ. എടാ തങ്കപ്പ, എടാ പൊന്നപ്പ, എടാ മുത്തപ്പ. നീ പറഞ്ഞ സത്യമാണോ? അതെ ചേട്ടാ, ഞാൻ എന്റെ ഈ രണ്ട് കണ്ണുകൊണ്ട് കണ്ടതാ. ഓഹോ, അപ്പൊ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതും ഞാൻ ഊഹിച്ചതും ശരിയാ. എന്ത് കണ്ടു? ചേട്ടനും കണ്ടോ? കണ്ടു, പക്ഷെ ഇതല്ല. നീ ഇത്രയല്ലേ കണ്ടുള്ളൂ. ഞാൻ കണ്ട മറ്റൊന്നാണ്. അംബിക ഇടയ്ക്കിടെ ആരും കാണാതെ പപ്പന്റെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്തൊരു വൃത്തികേടാണിത്. സാധാരണ വിദേശങ്ങളിലൊക്കെ ചെയ്യാറുണ്ട് ഭാര്യമാരെ പരസ്പരം. അയ്യോ, പക്ഷെ നാട്ടും പുറത്ത് അതും നമ്മുടെ ഈ തറവാട്ടിൽ ആ. അത് നടക്കില്ല. ഇത് ഇപ്പൊ തന്നെ അമ്മയോട് പറയണം. എടാ, ഇത് അമ്മയുടെ മുൻപാകെ നേരിൽ കാണിച്ച് ബോധ്യപ്പെടുത്തണം. അതോടെ ബാലു പുറത്ത്, നമ്മളകത്ത്. ഇപ്പോ അംബിക പപ്പന്റെ മുറിയിലുണ്ട്. എങ്കി ഹേമ ബാലുവിന്റെ മുറിയിലുണ്ട്. രണ്ടിനും കൈയോടെ പൊടി വിടാം. കാര്യം പറയടാ. അമ്മ ഇതങ്ങനെ പറയാൻ കൊള്ളാവുന്ന കാര്യമല്ല. ഞങ്ങളിപ്പോ തെളിയിച്ചു തരാം. എന്നാലേ അമ്മയ്ക്ക് മനസ്സിലാവും. അമ്മ നടക്കണം. കാര്യം പറഞ്ഞിട്ട് മതി, ഇനി നടത്താം. അമ്മേ, ദേ ബാലുവിന്റെ മുറി വരെ നടന്നാ മതി. അത് പറ്റുമോ? വന്നമ്മേ. അതാണ് ചേട്ടന്മാരുടെ പരിപാടി അല്ലേ? ശരിയാക്കി തരാം. സോറി, കുഞ്ഞിനെ തൊട്ടിലേക്കെടുത്ത് അമ്മ വരുന്നുണ്ട്. വേഗം. ഇവളെന്തിനാ ഇവിടെ വന്നിരിക്കുന്നെന്ന് വാ തുറന്ന് ചോദിക്കമ്മേ. നീ എന്തിനാടി കൊച്ചു ഇവിടെ വന്നിരിക്കുന്നേ? കുഞ്ഞിനെ നോക്കാൻ. അപ്പൊ അവളോടെ പോയി അംബിക? അങ്ങോട്ട് ചോദിക്കമ്മേ. ആ പറഞ്ഞോലെ അമ്പിയെ എന്തിയെ? തലേ കൂടെ വെള്ളം ഒഴിക്കാൻ പോയി. അല്ലല്ലോ, കുളിക്കാൻ പോയി. അയ്യോ, എവളീ പറയുന്നതെല്ലാം കള്ളത്തരമാ. ഇതാ ഞാനിപ്പോ കുളിമുറിന്നാ വരുന്നത്. എടാ, അമ്മയെ വിളിച്ചോണ്ട് കാണിച്ചു കൊടുക്കടാ. വാമേ. അമ്പിയേ, വാ. എന്താ? അതൊക്കെ പിന്നെ പറയാം. വാ. കുഞ്ഞവിടെ കിടന്നോളൂ. അകത്ത് കയറി തലയെ തോർത്തിക്കൊണ്ട് നിന്നോ. വല്യേട്ടനും കൊച്ചേട്ടനും വന്ന് വാതിൽ തുറന്ന നിലവിളിച്ചോ. കേറ്. ഞാൻ പറഞ്ഞില്ലേ, ഇതാ കണ്ടോ. അയ്യോ, ആരാത്? എന്താ എന്താ ഇവിടെ പ്രശ്നം? ബാലുവേട്ടാ, ഞാൻ കുളിച്ചോണ്ട് നിക്കുമ്പോ വേണ്ട, മതി, ഒന്നും പറയണ്ട. പ്രായപൂർത്തിയായ ഒരു പെണ്ണിന് ഒറ്റയ്ക്ക് നിന്ന് കുളിക്കാൻ പോലും എത്തിനോട്ടക്കാരെ സമ്മതിക്കില്ലെന്ന് വെച്ചാ. അത് പിന്നെ ഞാൻ ഇതാണോ കാണിച്ചു തരാന്നും പറഞ്ഞ വിളിച്ചോണ്ട് വന്നത്? അമ്മയ്ക്കൊന്നും മനസ്സിലാഞ്ഞിട്ടാ. ചെറ്റത്രം കാണിച്ചിട്ടൊന്ന് ചിണങ്ങുന്നാടാ. രണ്ടും പോയിക്കോളൂ. ഇതിപ്പം പല വട്ടമായി. രണ്ട് അലവലാതി ചേട്ടന്മാര് അമ്മയോർത്ത് മാത്രം ഞാൻ ക്ഷമിക്കുന്നു. അവന്റെ ഒരു ക്ഷമ നാണമില്ലല്ലോടാ. അമേരിക്കൻ സായിപ്പന്മാരെ പോലെ എക്സ്ചേഞ്ച് ചെയ്യാൻ.
എല്ലാം ഞാൻ ശരിയാക്കി തരാം. ആ നാരായണൻകുട്ടി, നീ ഇവിടെ വന്നിട്ടിപ്പോ കാലം കുറെ ആയില്ലേ? പിന്നെ പട്ടാളത്തിൽ ചേരാൻ പോയ എന്നെ വലിയ സാറല്ലേ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത്. നീ മിലിറ്ററി ചേരാത്തത് ഏതായാലും നന്നായി. ഞാൻ ചേരാത്തതല്ല, അവര് ചേർക്കാഞ്ഞതാ. അത് ഞങ്ങളുടെ ഭാഗ്യം. അതുകൊണ്ടല്ലേ നിന്നെ ഞങ്ങൾക്ക് കിട്ടിയത്. നീ ഞങ്ങളുടെ സുഖത്തിലും ദുഃഖത്തിലും ഒക്കെ ഉണ്ടായിരുന്നല്ലേ. ഇപ്പം ഞങ്ങളൊരു സഹായം ആവശ്യപ്പെട്ട നീ ഇത് ചെയ്യില്ലേ? അണ്ണൻ ധൈര്യമായിട്ട് ചോദിച്ചിരണ, ഞാൻ എന്ത് സഹായം ചെയ്യാനും തയ്യാറാ. നമ്മുടെ വീട്ടിൽ ചില എക്സ്ചേഞ്ചുകളൊക്കെ നടക്കുന്നുണ്ട്. അത് നമുക്ക് കണ്ടുപിടിക്കണം, കൈയോടെ പിടികൂടുകയും വേണം. അതിന് നിന്റെ സഹായം ഞങ്ങൾക്ക് വേണം. എന്താ ഞാൻ ചെയ്യേണ്ടത്? ഇന്ന് രാത്രി നിന്റെ ഒരു കണ്ണ് വേണം. കണ്ണു മാത്രം ഞാൻ തരൂല, എന്നെ കൊന്നാലും തരൂല. ഈ ലഡു ഒക്കെ തന്നപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു നിങ്ങളൊരു കണ്ണെങ്കിലും ചോദിക്കുമെന്ന്. എന്റെ കിഡ്നി ചോദിക്കാഞ്ഞത് ഭാഗ്യം. എടാ മണ്ട, കണ്ണ് വേണോന്ന് പറഞ്ഞാ ഈ കണ്ണല്ല. നീ ഇന്ന് കാവല് നിൽക്കണോന്നാ പറഞ്ഞത്. കാവല് നിൽക്കാനോ? ആർക്ക്? നമ്മുടെ വീടിന്. ആരും അറിയാതെ നീ കാവല് നിൽക്കണം. ആരെങ്കിലും വീട് വിട്ട് വീട് മാറി കയറുകയോ മറ്റോ ചെയ്താൽ ആ നിമിഷം നീ ഞങ്ങളെ വിവരം അറിയിക്കണം. ബാക്കി കാര്യം ഞങ്ങൾ ഏറ്റു. ഇത്രേ ഉള്ളോ? ഇതിനു വേണ്ടി ഒന്നല്ല, എന്റെ 2 കണ്ണുകളും വേണമെങ്കിൽ ഞാൻ ഉപയോഗപ്പെടുത്താം. അവര് താളം കൈമാറുമ്പോഴെങ്ങാന്ന് നിന്നെ കണ്ടിരുന്നെങ്കിൽ നീ ചോര തിപ്പി ചത്തേനെ. നാരായണൻകുട്ടി, 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 ഒച്ച വയ്ക്കല്ലെന്ന്. അണ്ണാ ഞാൻ കണ്ടണ്ണ. കണ്ടോടാ, കണ്ടോടാ? കണ്ടു, ഞാൻ കണ്ടു. എനിക്ക് നേരത്തെ സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് നീ എന്തേ നേരത്തെ പറഞ്ഞില്ല? അതെങ്ങനാ? ഇത്തരം കാര്യമൊക്കെ ഞാൻ പറഞ്ഞാ ഇവിടെ ആരെങ്കിലും വിശ്വസിക്കോ? നീ കണ്ട കാര്യം പറയടാ. മാത്രമല്ല ഇത് അമ്മയോടും അപ്പൂപ്പനോടും ഒക്കെ പറയണം. എവിടെയും ഞാൻ പറയാം, എനിക്കൊരു പേടിയില്ല. നീ വ്യക്തമായി കണ്ടോ? കണ്ടോന്നോ? വ്യക്തമായി തന്നെ ഞാൻ കണ്ടു. 2 ഗന്ധർവന്മാർ കയ്യിൽ താലവും കൊണ്ട്. ഗന്ധർവന്മാർ താലം പരസ്പരം എക്സ്ചേഞ്ച് ചെയ്തു. പിന്നെ പുകയും തീനാളങ്ങളും. അപ്പോഴേക്കും എന്റെ ബോധം പോയി. ഈ തോല എന്തോന്നാ പറയുന്നത്? ഇതാ ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ആരും വിശ്വസിക്കൂലെന്ന്. ഈ മന്ദബുദ്ധിയെ ഈ പണി ഏൽപ്പിച്ച നമ്മളാ മണ്ടന്മാര്. ഇനി എന്നെ വിളിക്കും, എന്തെങ്കിലും ആവശ്യം പറഞ്ഞു. അപ്പൊ കാണിച്ചു തരാം. നാരായണ, നാരായണ. ഓ കുളമായി. അയ്യോ എന്റെ ഗുരുവായൂരപ്പാ, എന്താ മോളെ ഇത്? അവന് വിശക്കുന്നുണ്ടാവും, ഇത്തിരി പാല് കൊടുക്ക്. പാലിപ്പൊ കൊടുത്തതേ ഉള്ളൂ അമ്മേ. കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ഒന്ന് മൂത്രം ഒഴിച്ചാ അപ്പ തീരും, പിന്നെയും വിശക്കും. നീ ഇത്തിരി പാലൂടെ കൊടുത്തേ. എന്റെ ഈശ്വര, ഇനിയിപ്പോ ഇത് വേറെ വല്ലതും ആണോ? മോനെന്ത് പറ്റി? കുഞ്ഞിനെന്തോ അസുഖമാണെന്നാ തോന്നുന്നത്. എന്റെ ദൈവമേ, എനിക്കൊന്നും അറിയാൻ വയ്യ. ഞാൻ നോക്കാം. ഓ ഓ ഭഗവാന്, ഈശ്വര. ചേട്ടാ, എന്താടാ ചേട്ടാ? ചേട്ടന് വല്ല പിടുത്തം കിട്ടിയ? നീയല്ലേ എന്റെ കൈ കയറി പിടുത്തം വിട്ടത്? അതല്ലെന്ന്, അവൾ വന്ന് കുഞ്ഞുമായി മുറിയിൽ കയറി. ഉടനെ കുഞ്ഞു കരച്ചിൽ നിർത്തി. അതിന്റെ വാ പൊത്തിപ്പിടിച്ച് കാണും. ഛേ, അതൊന്നും അല്ലെന്ന്. അംബിക വിചാരിച്ചിട്ട് നടക്കാത്തത് ഹേമ വന്നപ്പോൾ പെട്ടെന്ന് നടന്നു. അതെങ്ങനെ സംഭവിച്ചു? അതിന്റെ വായു എല്ലാം കുത്തി കയറ്റി കാണും. കറക്റ്റ്.
അപ്പൊ ഞാൻ വിചാരിച്ചത് കറക്റ്റ്. നീ എന്ത് പൊട്ടത്തരാടായി പറയണേ? ചേട്ടൻ വക്കീലാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ചേട്ടാ, അവൾ എന്തായിരിക്കും കുഞ്ഞിന്റെ വായിൽ വെച്ചു കൊടുത്തത്? വല്ല തുണി കഷ്ണമായിരിക്കും. തുണി മണ്ണാൻ കെട്ട. ചേട്ടാ, അവളുടെ കയ്യിലുള്ള എന്തെങ്കിലും ആയിക്കൂടെ? ഓടാ വേണ്ട, അവളുടെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചതാ. ഓ ചേട്ടാ, വേറെ ചിലതില്ലേ? എന്ത്? ഓ, സ്വന്തം ചേട്ടനായിപ്പോയി, അല്ലെങ്കിൽ തുറന്ന് പറയാമായിരുന്നു. ചേട്ടൻ അല്ലാന്ന് വിചാരിച്ചോ? വക്കീലാണെന്ന് കരുതി തുറന്നു പറ. മിൽമ. അയ്യേ, മിൽമയുടെ കവർ ആരെങ്കിലും കുഞ്ഞിന്റെ വായി വെച്ചു കൊടുക്കൂടാ? പ്ലാസ്റ്റിക് അല്ലടാ മണ്ട. അയ്യേ, എന്തിന് ഹേമ അത് ചെയ്യണം? അതാണ് ഇനി കണ്ടുപിടിക്കേണ്ടത്. ഫീമെയിൽ. താങ്ക്സ്. നമ്മൾ ഉദ്ദേശിച്ചത് തന്നെ. ഹേമയ്ക്ക് ആൺകുഞ്ഞും അമ്പിയയ്ക്ക് ജനിച്ചത് പെൺകുഞ്ഞും. മതി, ഇത്രയും മതി. ഇനി നമുക്ക് കളിക്കാം. ഒരു കളിയും വേണ്ട, നമുക്കിത് നേരെ അമ്മയുടെ അടുത്ത് പറയാം. അങ്ങനെ വെറുതെ എന്ന് പറഞ്ഞാ പോരാ. ആ നാറിക്കും അവന്റെ കൂട്ടുകാരെ നാറിക്കും കണക്കിന് കൊടുക്കുകയും വേണം. നീ പാടാ.